ഹായ് ഓൾ. സോ വെൽക്കം ടു അവർ ചാനൽ BK808 ക്രിക്കറ്റ് ഫീവർ. ഇന്ന് നമ്മൾ നോക്കുന്നത് IPL 67th മാച്ച് ആണ്. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ലക്നോ സൂപ്പർ ജയൻസ് ആണ്. സോ ഇന്ന് മാച്ച് നടക്കുന്നത് വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്. 7:30 മാച്ച് ആരംഭിക്കുക. സോ അതിൻ്റെ പിച്ച് റിപ്പോർട്ട്, പ്ലേയിങ് 11, പോയിന്റ് ടേബിൾ, പിന്നെ ബെസ്റ്റ് പിക്സ് ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. സോ നമ്മൾ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. സോ ഇന്നത്തെ പിച്ച് റിപ്പോർട്ട് പറയുകയാണ് എങ്കിൽ ഇത് ബാറ്റ്സ്മാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പിച്ചാണ്. വാങ്കഡെ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ തന്നെ ബാറ്റ്സ്മാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പിച്ചാണ്. അതുപോലെ തന്നെ സ്പിന്നേഴ്സിന് തീരെ ഫേവർ ചെയ്യുന്നൊരു പിച്ചും അല്ല. പേസേഴ്സിന് വിക്കറ്റ് കിട്ടാറുണ്ട്. നല്ല അത്യാവശ്യം ബൗൺസ് ഉള്ളൊരു പിച്ചാണ്. അതുപോലെ തന്നെ ബൗണ്ടറീസ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ 6 ഹിറ്റിംഗ് പിച്ചായിട്ടാണ് വാങ്കഡെ സ്റ്റേഡിയത്തെ അറിയപ്പെടുന്നത്. പ്രസന്റ്ലി അവിടെ ടെമ്പറേച്ചർ 31-32 ഡിഗ്രിയാണ്. ഇന്ന് മഴയൊന്നും കാണാനുള്ള സാധ്യത കാണുന്നില്ല. ഇവിടുത്തെ നമ്മളെ ടീം ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ബാറ്റ്സ്മാനാണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാനുള്ളത്. ഒരു 75% നമ്മൾ ബാറ്റ്സ്മാൻ എടുക്കുക. അതുപോലെ തന്നെ പേസേഴ്സ് ഒരു 15%, സ്പിന്നേഴ്സ് ഒരു 10%. ബാറ്റ്സ്മാൻ നമ്മൾ കഴിയുന്ന ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീം ഇടാൻ നോക്കുക. അതുപോലെ ഇവിടുത്തെ ഒരു വെന്യൂ സ്റ്റാറ്റ്സ് എടുക്കുകയാണെങ്കിൽ 2020 വെന്യൂ സ്റ്റാറ്റ്സ് ആണെങ്കിൽ ടോട്ടൽ ഒരു 117 മാച്ചസ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിൽ 53 മാച്ചസ് ഫസ്റ്റ് ബാറ്റ് ചെയ്തവർ ഓൺ ചെയ്തപ്പോൾ സെക്കൻഡ് ബാറ്റ് ചെയ്തവർ ജയിച്ചത് 64 മാച്ചസ് ആണ്. അപ്പോൾ കൂടുതലും പ്രിഫറൻസ് ഉള്ളത് സെക്കൻഡ് ബാറ്റ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ ക്യാപ്റ്റനെ വൈസ് ക്യാപ്റ്റനെ സെലക്ട് ചെയ്യുമ്പോൾ കഴിയുന്നതും ബാറ്റ്സ്മാൻമാരെ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടുത്തെ ഒരു സ്കോറിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ബിലോ 150 എന്ന് പറയുമ്പോൾ 27 ടൈംസ് ആണ് എടുത്തിട്ടുള്ളത്. 150 to 169 27 ടൈംസ്. അതുപോലെ തന്നെ 170 to 189 ആണ് 35 ടൈംസ് പോയിട്ടുള്ളത്. 190 above 28 ടൈംസും ഇവിടെ ഓൾറെഡി പോയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് തന്നെ 169 ആണ്. അതുപോലെ ഹയസ്റ്റ് സ്കോർ 235 for 1 ആണ്. ലോവസ്റ്റ് സ്കോർ 67 ആണ്. സോ കമ്പാരിറ്റീവ്ലി ബാറ്റ്സ്മാൻമാരെ എൻജോയ് ചെയ്യുന്ന ഒരു പിച്ച് തന്നെ ആയിരിക്കും വാങ്കഡെ സ്റ്റേഡിയത്തിലെ ഇന്നത്തതും. അതുപോലെ തന്നെ ആയിരിക്കും നല്ലൊരു ബാറ്റിംഗ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇന്നത്തെ ഒരു നമുക്ക് ഇതിന് റീസെൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് റീസെൻ്റ് മാച്ചസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു 4 മാച്ചിൻ്റെ റെക്കോർഡ്സാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് നടന്ന മാച്ച് പറയുകയാണ് എങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും മുംബൈ ഇന്ത്യൻസ് തമ്മിലാണ് നടന്നത്. 6th മേയ്ക്കായിരുന്നു നടന്നത്. അതിൽ മുംബൈ ഇന്ത്യൻസ് വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സിൽ ഹൈദരാബാദിന് 173 for 8 എടുത്തപ്പോൾ മുംബൈ ഇന്ത്യൻസ് 174 for 3 എന്നുള്ള രീതിയിലാണ് ജയിച്ചത്. അതിൽ പേസേഴ്സ് 5 വിക്കറ്റ് സ്വന്തമാക്കി. ഫസ്റ്റ് ഇന്നിങ്സിൽ 5 വിക്കറ്റ് പേസേഴ്സിന് കിട്ടിയപ്പോൾ 3 വിക്കറ്റ്സ് ആണ് സ്പിന്നേഴ്സിന് കിട്ടിയത്. എന്നാൽ സെക്കൻഡ് ഇന്നിങ്സിൽ പേസേഴ്സിന് 3 വിക്കറ്റ് കിട്ടിയുള്ളൂ. 3rd മേയിൽ നടന്ന കൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് തമ്മിലുള്ള മാച്ച് നോക്കുകയാണെങ്കിൽ കൽക്കട്ടയാണ് വിജയിച്ചത്. അതിൽ 169 for 10 എടുത്തു. വിക്കറ്റുകളെല്ലാം നഷ്ടമായിരുന്നു. മുംബൈ ഇന്ത്യൻസ് 145 for 10. അതിലും പേസേഴ്സിന് 8 വിക്കറ്റ് ലഭിച്ചപ്പോൾ സ്പിന്നേഴ്സിന് 1 വിക്കറ്റും. എന്നാൽ സെക്കൻഡ് ഇന്നിങ്സിൽ 6 വിക്കറ്റ് പേസേഴ്സ് ലഭിച്ചപ്പോൾ 4 വിക്കറ്റ് സ്പിന്നേഴ്സിന് ലഭിക്കുകയുണ്ടായി. അതാണ് ഒരു ക്വാളിറ്റി സ്പിന്നേഴ്സിന് ഇവിടെ വിക്കറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ലൈക്ക് ചൗളയ്ക്ക് വിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബിഷ്ണോയി നമുക്കൊരു 50% പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു 14th ഏപ്രിൽ നടന്ന മാച്ച് നോക്കുകയാണെങ്കിൽ ചെന്നൈയും മുംബൈയും തമ്മിലായിരുന്നു. അതിൽ ചെന്നൈയാണ് വിജയിച്ചത്. പിന്നെ ചെന്നൈ 206 for 4 എടുത്തപ്പോൾ മുംബൈ ഇന്ത്യൻസ് 186ന് 6 വിക്കറ്റ്സ് ആയിരുന്നു. ചെന്നൈ അതിൽ 20 റൺസ് വിജയിച്ചിട്ടുണ്ടായി. ഫസ്റ്റ് ഇന്നിങ്സ് പേസേഴ്സിന് 3 വിക്കറ്റ്സ് കിട്ടിയപ്പോൾ സെക്കൻഡ് ഇന്നിങ്സ് പേസേഴ്സിന് 6 വിക്കറ്റ്സ് കിട്ടി. സ്പിന്നേഴ്സിന് ഫസ്റ്റ് ഇന്നിങ്സിൽ മാത്രമാണ് വിക്കറ്റ് കിട്ടിയത്. 1 വിക്കറ്റാണ് കിട്ടിയത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും മുംബൈ ഇന്ത്യൻസും തമ്മിൽ നടന്ന 11th ഏപ്രിൽ നടന്ന മാച്ച് നോക്കുകയാണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് 196 റൺസാണ് എടുത്തത്, 8 വിക്കറ്റ് നഷ്ടത്തിൽ. മുംബൈ ഇന്ത്യൻസ് 199 for 3 ആണ് എടുത്തത്. മുംബൈ ഇന്ത്യൻസ് 7 വിക്കറ്റ് വിജയിച്ചിട്ടുണ്ടായി. ഫസ്റ്റ് ഇന്നിങ്സിൽ 7 വിക്കറ്റ് പേസേഴ്സിന് കിട്ടിയപ്പോൾ സെക്കൻഡ് ഇന്നിങ്സിൽ 2 വിക്കറ്റാണ് പേസേഴ്സിന് കിട്ടിയത്. സ്പിന്നേഴ്സ് 2 ഇന്നിങ്സിലും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി. പേസേഴ്സിന് ടോട്ടലായി നോക്കുകയാണെങ്കിൽ ഇവിടെ 40 വിക്കറ്റ്സ് കിട്ടിയപ്പോൾ സ്പിന്നേഴ്സിന് 11 വിക്കറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഇന്നിങ്സിൽ 23 വിക്കറ്റ്സ് പേസേഴ്സിനും 17 വിക്കറ്റ്സ് സെക്കൻഡ് ഇന്നിങ്സിലും പേസേഴ്സിന് കിട്ടി. എന്നാൽ സ്പിന്നേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 6 വിക്കറ്റ്സ് ഫസ്റ്റ് ഇന്നിങ്സിലും സെക്കൻഡ് ഇന്നിങ്സിലും 5 വിക്കറ്റ്സുമാണ് കിട്ടിയിട്ടുള്ളത്. സ്പിന്നേഴ്സിന്റെ കമ്പാരിറ്റീവിലൂടെ വിക്കറ്റ്സ് വളരെ കുറവായിരിക്കും. എന്നാൽ ക്വാളിറ്റി സ്പിന്നേഴ്സിന് വിക്കറ്റ് കിട്ടുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ ഒരു പിച്ചിന്റെ
ടോട്ടലായിട്ടുള്ളൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹെഡ് ടു ഹെഡ് മാച്ചസ് നോക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസും ലക്നോവും തമ്മിലും ടോട്ടൽ 5 മാച്ചസ് ആണ് കളിച്ചിട്ടുള്ളത്. അതിൽ ലക്നോ 4 മാച്ചസ് ജയിക്കുകയും മുംബൈ ഇന്ത്യൻസ് 1 മാച്ച് ജയിക്കുകയും ചെയ്തു. എന്നാൽ നിലവിലെ അവരുടെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് സെക്കൻഡ് ലാസ്റ്റ് ഗെയിം മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്, ലാസ്റ്റ് ഗെയിം തോൽക്കുകയുണ്ടായി. ലക്നോയും അതുതന്നെയാണ്. ലക്നോ ലാസ്റ്റ് 3 മാച്ചസ് ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ മാച്ച് വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിന് ഫേവറായിട്ടൊരു ടീം ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ നമ്മുടെ ടീമിൽ കൂടുതലും ബാറ്റ്സ്മാൻമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീം പ്രിഫർ ചെയ്യാം. പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ലക്നോ 7th പ്ലേസിലും മുംബൈ ഇന്ത്യൻസ് ഏറ്റവും ലാസ്റ്റ് 10th പ്ലേസിലുമാണ് ഉള്ളത്. ഇന്നത്തെ മാച്ച് ജയിച്ചാലും ലക്നോയ്ക്ക് പ്ലേ ഓഫിൽ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം അവരുടെ റൺ റേറ്റ് എന്ന് പറയുന്നത് മൈനസിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത് KKR-ഉം RR-ഉമാണ്. മുംബൈ, പഞ്ചാബ്, GT എന്നിവർ ഓൾറെഡി ഡിസ്ക്വാളിഫൈ ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മുംബൈക്ക് ഇന്ന് ഫൈനൽ, 2 പേർക്ക് ഫൈനൽ മാച്ചാണ്. മുംബൈക്ക് അവരുടെ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പ്രിഫറൻസ് ഉണ്ട്. അതുപോലെ RR സെക്കൻഡ് സ്ഥാനത്താണ് എങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സ് നെക്സ്റ്റ് ഒരു കളി ജയിക്കുകയാണ് എങ്കിൽ, RR അടുത്തൊരു കളി ജയിച്ചാൽ, ലാസ്റ്റ് ഫൈനൽ കളി KKR-നോടെയാണ്, ആ കളിയിൽ ജയിച്ചാൽ മാത്രമേ സെക്കൻഡ് പൊസിഷൻ അവർക്ക് നിലനിർത്താൻ സാധിക്കത്തുള്ളൂ. ഈ ഫസ്റ്റും സെക്കൻഡും പൊസിഷനിലും കളിക്കുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നെക്സ്റ്റ് അവർ കളിക്കുന്ന ഒരു കളിയിൽ ഫസ്റ്റ് മാച്ച് ഫസ്റ്റും സെക്കൻഡും തമ്മിലാണ്. അവരിൽ ആരാണോ തോൽക്കുന്നത് അവർക്കൊരു കളിയും കൂടെ ഉണ്ട്. അപ്പം വീണ്ടും ഫൈനൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ ആ ഒരു കളിയിൽ ജയിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫൈനലിലോട്ട് സെലക്ഷൻ കിട്ടുകയും ചെയ്യും. നമ്മുടെ പ്ലേയിങ് ലെവൽ നോക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിന്റെ ടീം എന്ന് പറയുന്നത് രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ, ദിർ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹർദിക് പാണ്ഡെ, ടീം ഡേവിഡ്, കംബോജ്, തുഷാര, ചൗള, ബുംറ എന്നിവരാണ്. ഇതിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാൻ സാധ്യത കൂടുതൽ വധേരയാണ്. പിന്നെ ഇന്നത്തെ മാച്ചിലും മഡ്വാളിനെ അല്ലെങ്കിൽ കോട്ടസെ ഉൾപ്പെടുത്തുമോ എന്നുള്ളത് നോക്കാം. കാരണം ഇന്ന് ഫൈനൽ മാച്ച് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും സീനിയർ പ്ലെയേഴ്സിന് റെസ്റ്റ് കൊടുത്തുകൊണ്ട് അടുത്ത കളിക്കാർക്ക് ചാൻസ് കൊടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇതിന്റെ ഓപ്പണിംഗ് പറയുകയാണെങ്കിൽ രോഹിത് ശർമ്മ, ഇഷാൻ കിഷനും കൂടെ ആയിരിക്കും ഓപ്പൺ ചെയ്യുക. സോ ഫസ്റ്റ് ബാറ്റിംഗ് അവർക്കാണ് എങ്കിൽ നമുക്ക് രോഹിത് ശർമ്മ അല്ലെങ്കിൽ ഇഷാൻ കിഷനെ നമുക്ക് നല്ല രീതിയിലൊരു പോയിന്റ് നൽകാൻ സാധിക്കും. രോഹിത് ശർമ്മയെ നമുക്ക് വൈസ് ക്യാപ്റ്റൻ വരെയുള്ള പൊസിഷനിലേക്ക് ചൂസ് ചെയ്യാനും പറ്റും. എന്നാൽ അമിത് മിശ്ര ഇന്നത്തെ കളിയിൽ കളിക്കുകയാണ് എങ്കിൽ, ലക്നോയിൽ കളിക്കുകയാണ് എങ്കിൽ രോഹിത് ശർമ്മയെ നമ്മൾ വൈസ് ക്യാപ്റ്റൻ ആക്കുന്നത് നല്ലതായിരിക്കില്ല. കാരണം രോഹിത് ശർമ്മ കൂടുതലും അമിത് മിശ്രയുടെ ബോളിലാണ് ഔട്ടായിട്ടുള്ളത്. വൺ ഡൗൺ എടുക്കുന്ന ദിറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്ലേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ദിർ നമുക്കൊരു റിസ്കി ഓപ്ഷനാണ്. സൂര്യകുമാർ യാദവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രൗണ്ട് തന്നെയാണ്. സൂര്യകുമാർ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ഗ്രൗണ്ടാണ് വാങ്കഡെ സ്റ്റേഡിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവിനെ നമുക്ക് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് മിക്ക ടീമിലും ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 5 ടീംസ് ഇടുകയാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 ടീമിൽ നമുക്ക് സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ ആക്കാം. തിലക് വർമ്മ അതുപോലെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഹർദിക് പാണ്ഡെ നല്ലൊരു ഓപ്ഷനാണ്. ഹർദിക് പാണ്ഡെ ഒന്നെങ്കിൽ ബാറ്റിങ്ങിൽ അല്ലെങ്കിൽ ബൗളിങ്ങിൽ, രണ്ടിലും കിട്ടാം. ഒരുപക്ഷെ ബാറ്റിംഗ് കിട്ടിയില്ലെങ്കിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും നമുക്ക് പോയിന്റ് ഹർദിക് പാണ്ഡ്യയിൽ നിന്ന് ലഭിക്കും. ടി ഡേവിഡ്, വധേരയൊക്കെ നമുക്ക് ഒരു പക്ഷേ ടോപ്പ് ഓർഡർ ഫെയിൽ ആവുകയാണ് എങ്കിൽ മാത്രമാണ് ടി ഡേവിഡും അതുപോലെ തന്നെ വധേരയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. കംബോജ് നമുക്ക് നല്ലൊരു ബൗളിംഗ് ഓപ്ഷനാണ്. കംബോജും അതുപോലെ തന്നെ തുഷാരയും നല്ലൊരു ബൗളിംഗ് ഓപ്ഷനാണ്. ബുംറയും ബൗളിംഗ് ഓപ്ഷൻ തന്നെയാണ്. പിന്നെ പീയൂഷ് ചൗളയ്ക്ക് ഒരു വിക്കറ്റ് കിട്ടാനാണ് സാധ്യത കൂടുതലുള്ളത്. കാരണം എന്ന് വെച്ചാൽ പീയൂഷ് ചൗള ഒരു മിഡിൽ ഓവറിലാണ് വരിക. ആ ഒരു ടൈമിൽ പീയൂഷ് ചൗള സാധാരണഗതിയിൽ ഒരു വിക്കറ്റ് എടുക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഒരു സ്പിന്നിനെ അനുകൂലിക്കാത്ത പിച്ച് ആയതുകൊണ്ടും അതുപോലെ ചെറിയ ബൗണ്ടറീസ് ആയതുകൊണ്ടും പീയൂഷ് ചൗളയെ നമുക്ക് റിസ്ക് തന്നെയാണ്. ലക്നോ സൂപ്പർ ജയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡീകോക്ക് ആൻഡ് രാഹുലാണ് ഓപ്പൺ ചെയ്യുക. പിന്നെ ഹൂഡ, പൂരൻ, ബദോനി, സ്റ്റോണിസ്, കുണാൽ പാണ്ഡെ, ഗൗതം, യശ് താക്കൂർ, നവീൻ, ബിഷ്ണോയ് ഇവരൊക്കെയാണ് അവരുടെ പ്ലേയിങ് 11 എന്ന് പറയുന്നത്. അതിൽ അമിത് മിശ്ര ചാൻസ് കിട്ടുമോ ഇല്ല എന്നുള്ളത് ഒന്നാമത്തെ ഇതാണ്. അതുപോലെ തന്നെ ഖാൻ ഒന്ന് ഇമ്പാക്ട് പ്ലെയർ ആയിട്ടോ അല്ലെങ്കിൽ
പ്ലേയിങ് 11-ലോ സ്ഥാനം ഉണ്ടാവും. സോ ഇതിൽ ഡീകോക്കും രാഹുലും ഓപ്പൺ ചെയ്യുക. ഇവർ രണ്ടുപേരും നല്ല ബാറ്റിംഗ് ആണ് കാഴ്ചവെക്കുക. ഒരു ബാറ്റ്സ്മാനെ അനുകൂലിക്കുന്ന പിച്ച് കൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡീകോക്കിനെ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ എന്നൊരു ഓപ്ഷനിലോട്ട് സെലക്ട് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണ് എങ്കിൽ. അതുപോലെ രാഹുൽ ക്യാപ്റ്റനായിട്ട് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഫസ്റ്റ് ബാറ്റിംഗ് ആണ് ലക്നോ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് രാഹുലിനെ ക്യാപ്റ്റൻ ആക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വൈസ് ക്യാപ്റ്റൻ ആക്കാം സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ പോലും. പിന്നെ ദീപക് കൂടെ ഇതുവരെ ഒരു കൺസിസ്റ്റന്റ് പ്ലേ ചെയ്തിട്ടില്ല. എന്നാലും ഈ ഒരു ഇതിൽ നിന്ന് 1 ഡൗൺ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ദീപക് കൂടെ ഉൾപ്പെടുത്താമെന്നുള്ളതേ ഉള്ളൂ. പൂരൻ ഇവിടെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ മൊത്തത്തിൽ ഫ്ലോപ്പാണ്. കാരണം ഇതുവരെയുള്ള കളിച്ച കളികളിൽ 4 കളിയിൽ നിന്ന് വളരെ തുച്ഛമായ പോയിന്റ് 10 ആവറേജ് ഉള്ള പോയിന്റ് ഇതുവരെ നേടിയിട്ടുള്ളൂ, റൺസേ നേടിയിട്ടുള്ളൂ. അതുകൊണ്ട് പൂരൻ പിന്നെ വിക്കറ്റ് കീപ്പറും അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പൂരനെ നമ്മൾ ഫ്ലോപ്പായി കണക്കാക്കുകയാണ്. ആയുഷ് ബദോനി ഇപ്പം സെക്കൻഡ് ബാറ്റിംഗ് ഒക്കെ ആണെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വിക്കറ്റ് പോകുമ്പോൾ ആയുഷ് ബദോനിയും ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ മാർക്കസ് സ്റ്റോണസിനെ നമ്മൾ നിർബന്ധമായും നമ്മുടെ ടീമിൽ ഉൾപ്പെടുത്തുക. കാരണം മാർക്കസ് സ്റ്റോണസ് ബാറ്റിങ്ങിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ബൗളിങ്ങിലും 1-2 ഓവർ മാത്രമേ കിട്ടാറുള്ളൂ, എന്നാലും ബാറ്റിംഗ് നല്ല ഓപ്ഷൻ തന്നെയാണ്. കുണാൽ പാണ്ഡെ ഇവിടെ സ്പിന്നിന് അധികം ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ട് കുണാൽ പാണ്ഡെ ബാറ്റിങ്ങിൽ ഒരു ആവറേജ് പോയിന്റ് എടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യഷ് താക്കൂർ ഇവിടെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതുപോലെ എം ഖാനും ഇവിടെ നല്ല ഓപ്ഷനാണ്. അമിത് മിശ്ര കളിക്കുന്നെങ്കിൽ അമിത് മിശ്ര വിൽ ബി ട്രംപ് കാർഡ്. ബിഷ്ണോയ്ക്ക് ആവറേജ് പോയിന്റ് കിട്ടാനും നവീനും ആവറേജ് പോയിന്റ് കിട്ടാനുള്ള സാധ്യതയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കൂടുതലും മുംബൈ ഇന്ത്യൻസിന്റെ ടീമിനെ ഫേവർ ചെയ്തുകൊണ്ട് ടീം ഉണ്ടാക്കാൻ ശ്രമിക്കുക. പ്ലേയേഴ്സ് നമ്മളൊരു ബാറ്റിൽ നോക്കുകയാണെങ്കിൽ KL രാഹുലിനെ 2 പ്രാവശ്യം ബുംറ ഔട്ടാക്കിയിട്ടുണ്ട്, എന്നാൽ നല്ല സ്കോർ എടുത്തിട്ടുണ്ട്. എന്നാൽ പീയൂഷ് ചൗള KL രാഹുലിനെ ഔട്ടാക്കിയിട്ടുണ്ട്, എന്നാൽ അധികം സ്കോർ കൊടുത്തിട്ടുമില്ല. അതുപോലെയാണ് ഡീകോക്കിൻ്റെതും കോട്ടസിയാണ് ഔട്ടാക്കിയിട്ടുള്ളത് 2 വിക്കറ്റ്. പിന്നെ പീയൂഷ് ചൗള. അപ്പോൾ പീയൂഷ് ചൗള ഇവിടെ ഒരു ചില സമയത്ത് കാരണം ഇതുപോലെ ക്രൂഷ്യൽ സ്റ്റേജുകളിലൊന്ന് വിക്കറ്റ് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. എം സ്റ്റോണസിനെ ബുംറയാണ് ഔട്ടാക്കിയിട്ടുള്ളത്. 42 ബോൾസിൽ 44 ബോൾസിൽ 42 റൺസ് കൊടുത്താണ് ഔട്ടാക്കിയിട്ടുള്ളത്. പക്ഷേ 4 പ്രാവശ്യം വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സോ ബുംറയ്ക്ക് ഒരു ഡെത്ത് ഓവറിൽ വിക്കറ്റ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ തന്നെ സ്റ്റോണസിന് അതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ കിട്ടുക. പിന്നെ രോഹിത് ശർമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അമിത് മിശ്രയാണ് 7 പ്രാവശ്യം ഔട്ടാക്കിയിട്ടുള്ളത്. അത് 91 ബോൾസിൽ 87 റൺസ് മാത്രം നൽകിക്കൊണ്ടാണ് രോഹിത് ശർമ്മയെ ഔട്ടാക്കിയിട്ടുള്ളത്. 7 ടൈംസ് ഔട്ടാക്കിയിട്ടുണ്ട്. ഇഷാൻ കിഷന്റെ കാര്യം അതാണ്. ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവിനെയും രവി ബിഷ്ണോയാണ് ഒരു ഇഷ്യൂ ആയിട്ടുള്ളത്. കാരണം രവി ബിഷ്ണോയി വളരെ കുറച്ച് റൺസ് മാത്രം കൊണ്ടുവന്നിട്ട് 4-3 പ്രാവശ്യമായിട്ട് അവരെ ഔട്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സൂര്യകുമാർ യാദവും ഇഷാൻ കിഷനും നമുക്കൊരു ഇഷ്യൂ ആയിട്ടുള്ളത് രവി ബിഷ്ണോയി തന്നെയാണ്. ബെസ്റ്റ് പിക്ക് എന്ന് പറയുമ്പോൾ രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹർദിക് പാണ്ഡെ, കംബോജ്, തുഷാരെ, ചൗള, ബുംറ ഇവരൊക്കെ ആയിരിക്കും MIയിലെ ബെസ്റ്റ് പിക്സ്. എന്നാൽ ലക്നോയുടെ ബെസ്റ്റ് പിക്ക് എന്ന് പറയുമ്പോൾ ഡീകോക്ക്, രാഹുൽ, ഹൂഡ, ബഡോനി, സ്റ്റോണിസ്, കുണാൽ പാണ്ഡെ, എം ഖാൻ. ഇതിൽ നമുക്ക് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഡീകോക്ക്, രാഹുൽ. എന്നാൽ ഡിഫറൻഷ്യൽ പിക്കിൽ നമുക്ക് ഡീകോക്കിനെ ചൂസ് ചെയ്യാം. കാരണം ഡീകോക്കിന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ 30-35% ആളുകൾ മാത്രമേ ചൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ അർഷദ് ഖാൻ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഇന്ന് കളിക്കുകയാണെങ്കിൽ അർഷദ് ഖാൻ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഒരു ബാറ്റിംഗ് പ്ലേസ് കുറച്ചുകൂടെ മുകളിലോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ കളി നല്ല ബാറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ ബാറ്റിംഗ് പിച്ച് ആയതുകൊണ്ടും അർഷദ് ഖാൻ ഒരു ടോപ്പ് ഓർഡറിലോട്ട് കിട്ടാനായിട്ട് മിഡിൽ ഓർഡറിൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഉള്ളത് കുണാൽ പാണ്ഡെയാണ്. നമുക്ക് GL ഏതെങ്കിലും ഒരു ടീമിൽ മാത്രം ട്രൈ ചെയ്യുക. തുഷാര ആൻഡ് കംബോജ് ഇവർ രണ്ടുപേരും നല്ല ഡിഫറൻഷ്യൽ പിക്ക് തന്നെ ആയിരിക്കും. പിന്നെ ഇതാണ് ഒരു ഫസ്റ്റ് ടീം എന്നുള്ള രീതിയിൽ ഇട്ടിരിക്കുന്നത്. വിക്കറ്റ് കീപ്പേഴ്സിൽ KL രാഹുൽ, ഇഷാൻ കിഷൻ, ഡീകോക്ക്. ബാറ്റിംഗ് സെക്ഷൻ വരുമ്പോൾ തിലക് വർമ്മ, രോഹിത് ശർമ്മ ആൻഡ് സൂര്യകുമാർ യാദവ്. അതുപോലെ തന്നെ ഓൾറൗണ്ടേഴ്സിൽ സ്റ്റോൺസും ഹർദിക് പാണ്ഡെയാണ്. ബൗളിംഗ് വരുന്നത് ബുംറ, തുഷാര, അർഷദ് ഖാനാണ്. ഇത് ജസ്റ്റ് ഒരു ഓപ്ഷനാണ്. കാരണം നമ്മൾ ഇനിയിപ്പം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പിച്ച് റിപ്പോർട്ടും അതുപോലെ തന്നെ ടോസും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് ടീമിനെ ഇടാൻ പറ്റത്തുള്ളൂ. ഇതൊരു ജസ്റ്റ് ഒരു നോർമൽ പിക്കായിട്ടുള്ളൊരു ടീമിനെ ഇട്ടിരിക്കുന്നതാണ്. ഇതിൽ അർഷദ് ഖാൻ, തുഷാര, അതുപോലെ ഡീകോക്ക് ആണ് നമുക്കതിൽ ട്രംപ് പ്ലേയേഴ്സ് ആയിട്ടുള്ളത്. ഇതിന് നമുക്ക് ചോയ്സ് ഉള്ളത് കംബോജും പീയൂഷ് ചൗളയാണ്. അതുപോലെ ലക്നോയിൽ ചോയ്സ് ആയിട്ടുള്ളത് നവീനുൽ ഹക്ക്, എം ഖാൻ, കുണാൽ പാണ്ഡെ എന്നിവരാണ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ പിച്ച് റിപ്പോർട്ട് വരുന്ന ടൈം എന്ന് പറയുന്നത് 6:40 ആണ്.
6:40 പിച്ച് റിപ്പോർട്ട് വരികയും 7 o'clock ടോസ് ഇടുകയും ചെയ്യും. അത് വെച്ചിട്ട് നിങ്ങളുടെ ടീമിനെ പ്രിഫർ ചെയ്തിടുക. സോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സോ സ്റ്റേ ട്യൂൺ വിത്ത് us ഫോർ മോർ അപ്ഡേറ്റ്സ്. താങ്ക് യു.